ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ട്രിങ്കറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വൈറ്റ് ഡോസൻ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. ഏത് ക്ലേ യൂസ് ചെയ്താലും അത് നമ്മൾ കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ അത് പിന്നീട് ക്രാക്ക് വീഴാതിരിക്കുള്ളൂ കേട്ടോ. നമ്മൾ കടകളിൽ നിന്ന് ചോക്ലേറ്റ് വാങ്ങിക്കുമ്പോൾ ഒരു ബോക്സ് ഒക്കെ കിട്ടാറില്ലേ, ഇങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പൊക്കെ ഉള്ളത്. അത് ഞാൻ കളയാതെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 1-2 വർഷമൊക്കെ ആയി കാണും എൻ്റെ കയ്യിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ അതിൻ്റെ മുകളിൽ അല്പം ബേബി ഓയിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ബേബി ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാസ്ലൈൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അതങ്ങനെ വെച്ചിട്ട് അധികം വരുന്ന ഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ആ ഹേർട്ടിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് നിൽക്കുന്ന രീതിയിൽ വെക്കാം. ഇത് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു ക്ലേ ആണേ. റെഡ് ക്ലേ പോലെ അധികം താമസമൊന്നും വരില്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെള്ളത്തിലൊന്ന് കൈമുക്കി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. വേറെ ടൂൾസ് ഒന്നും വേണ്ട. നമ്മുടെ കൈ തന്നെ വെച്ച് ഇങ്ങനെ നല്ലൊരു ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. ഒരു ഹാഫ് ഡ്രൈ ഒക്കെ ആകുമ്പോൾ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ വെള്ളം മുക്കി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ ടൂൾസ് ഉപയോഗിച്ച് അധികം എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തി മിനുക്കി എടുക്കുകയാണ്. നമ്മളതിൽ ബേബി ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കില്ല. അല്ലെങ്കിൽ നമുക്കത് ഹാഫ് ഡ്രൈ ആയി കഴിയുമ്പോൾ എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. വീട്ടിൽ ക്ലേ ഉള്ളവർക്ക് അല്ലെങ്കിൽ ക്ലേ വെച്ച് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിങ്കറ്റ് ആയിരിക്കും കേട്ടോ ഇത്. കാരണം ഇത് നമ്മൾ മറ്റ് ട്രിങ്കറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ അധികം അങ്ങ് നമ്മൾ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയുള്ള ക്ലേ വെച്ചിട്ട് കുറച്ച് കീ ചെയിൻ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ. ഇത് നമുക്ക് ക്ലേ മോൾഡെന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോയിൽ ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിരുന്നു. കാണാത്തവരതൊന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. കുറച്ച് അധികം എണ്ണം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കീ ചെയിൻ ഉണ്ടാക്കാൻ കുറച്ച് അധികം എണ്ണം വേണമല്ലോ, അതുകൊണ്ട്. ഇതും നമ്മൾ കൈവച്ചിട്ട് വെള്ളം തൊട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുക. ഇനി കൈവച്ച് അങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും അങ്ങനെ പേടിയുള്ളവർക്ക് നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഉരച്ച് നന്നായി ഷേപ്പാക്കി എടുക്കുക കേട്ടോ. ഈ ബട്ടർഫ്ലൈയുടെ മോൾഡ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഞാൻ വേറൊരു ട്രിങ്കറ്റ് ഉണ്ടാക്കിയപ്പോൾ ഇത് ഉപയോഗിച്ചാണ് ചെയ്തത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കീ ചെയിൻസ് ഉണ്ടാക്കിയെടുക്കാം. മോൾഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇതൊരു ബിസിനസ് ഒക്കെ പോലെ കാണുന്നവർക്കാണ് മോൾഡിൻ്റെയൊക്കെ അത്ര ആവശ്യം വരുള്ളൂ. വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നമുക്ക് അങ്ങനെ മോൾഡിൻ്റെ വലിയ ആവശ്യങ്ങളൊന്നും വരില്ല. ആ പിന്നെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു മണ്ഡല ആർട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കൊണ്ടെത്തിക്കാൻ പറ്റി. ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അതെന്ത് ബോർഡാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ച്. അതെന്താണെന്നറിയോ, നമ്മുടെ ബർത്ത്ഡേ കേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ താഴെ ഒരു സ്റ്റാൻഡ് കാണാറില്ലേ? സ്റ്റാൻഡല്ല, അത് ശരിക്കും ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു ചെറിയൊരു റൗണ്ടാണ് കേട്ടോ. അതിലാണ് ഞാൻ പെയിന്റ് അടിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ മിക്കവാറും കാണുന്ന ഒരു സംഭവമായിരിക്കും. നമ്മൾ ഈ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടാവും. നമ്മുടെ ട്രിങ്കറ്റ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഒരു ഹാഫ് ഡ്രൈ ആയപ്പോൾ തന്നെ ഞാൻ ആ പാത്രം അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇട്ടു പോന്നു. കാരണം നമ്മൾ ബേബി ഓയിൽ തേച്ച് കൊടുത്തിട്ടാണല്ലോ അത് വെച്ചിരിക്കുന്നത്. പിന്നെ കീ ചെയിൻ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഇതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണേ. പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുത്ത് വെക്കുന്നത്. ആ മോൾഡ് വെച്ചിട്ട് തന്നെ ഞാൻ ഫ്ലവറിൻ്റെ ഷേപ്പിൽ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗീവ് അവേ നടക്കുന്ന കാര്യം അറിയാലോ. നവംബർ 6-നാണ് നമ്മൾ 2 സബ്സ്ക്രൈബേഴ്സിനെ തിരഞ്ഞെടുക്കുക. ഒരാളുടെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു. ഇനി അടുത്ത ആളുടേത് ഉടനെ തന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. ഇടുന്ന വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ 2 സബ്സ്ക്രൈബേഴ്സിനെ തിരഞ്ഞെടുക്കുക. എസ്പെഷ്യലി നമ്മുടെ ലോങ് വീഡിയോസ് ഒക്കെ കാണുന്ന 2 പേരായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഇത് വൈറ്റ് ഡോസൻ ക്ലേ ആയതുകൊണ്ട് തന്നെ ഇതിന് നമ്മൾ വൈറ്റ് പെയിന്റ് ഒന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, പെയിന്റ് അടിക്കുന്ന കാര്യത്തിൽ ഞാൻ കുറച്ച് പുറകോട്ടാണ്. അത് ഇതിലും ഒരു മാറ്റമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിങ്കറ്റ് ഏകദേശം 3/4 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന പെയിന്റ് ഇതായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ തീരുമാനമൊക്കെ മാറ്റി കേട്ടോ. കാരണം ഇത് ഒരു മുഴുവനായിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു രസം തോന്നില്ല. പിന്നെ ബാക്കി കീ ചെയിൻസിനൊക്കെ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ കളറും വൈറ്റ് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയ ഒരു കളറാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് വീഡിയോയിൽ അത്ര ക്ലാരിറ്റി പോരാ. എനിക്കാണെങ്കിൽ ഈ കളറൊക്കെ മിക്സ് ചെയ്ത് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക എന്നുള്ളത് ഭയങ്കര മടിയുള്ള കാര്യമാണ്.
പിന്നെ കീ ചെയിൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐപിൻ അതിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ കീ ചെയിന് നമ്മൾ പെയിന്റുകളെല്ലാം അടിച്ചു കൊടുക്കുക. പെയിന്റ് അടിക്കാതെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഞാൻ കൈ വെച്ച് അത് ഷേപ്പ് ചെയ്ത് കൊടുത്തോണ്ടാണ് എനിക്ക് സാൻഡ് പേപ്പർ വെച്ച് അത് ഉരച്ച് അധികം ഷേപ്പ് ആക്കേണ്ട വന്നിട്ടില്ല. ആ ട്രിങ്കറ്റിന്റെ സൈഡ് മാത്രമാണ് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വിട്ടത് കേട്ടോ. ഞാൻ 2 ബട്ടർഫ്ലൈ ഉണ്ടാക്കിയില്ലായിരുന്നോ? അതിനടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്യുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത് എന്ത് കളർ അടിക്കണം എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന കളറൊന്നും അല്ല എടുക്കുന്നത്. എന്തായാലും ഈ ക്ലേ വെച്ചിട്ടുള്ള ട്രിങ്കറ്റും അതുപോലെ കീ ചെയിൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ മാസവും നമ്മളൊരു ഗീവ് അവേ വെക്കുന്നുണ്ടേ. ഒരാൾക്കുള്ള ഗിഫ്റ്റ് കിട്ടി, അടുത്തയാൾക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, എന്ത് തരത്തിലുള്ള ഗിഫ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഇത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന്. അതായത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന 2 സബ്സ്ക്രൈബേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിന് താഴെ ഗിഫ്റ്റ് ഏതാ വേണമെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഈ സൺഫ്ലവർ ഞാൻ അധികം കാണിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇതേ സൺഫ്ലവർ ഉണ്ടാക്കുന്നത് ആ മോൾഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രിങ്കറ്റിന്റെ പുറയിലൊക്കെ പിങ്ക് ഷെയ്ഡ് അടിച്ചു കൊടുത്തപ്പോഴാണ് എന്നാൽ പിന്നെ മുഴുവനും പിങ്ക് ഷെയ്ഡ് അടിച്ചേക്കാന്ന് കരുതിയത്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ കളർ ചേഞ്ച് എനിക്ക് നിർബന്ധമാണ്. ഇതിൽ ഏത് കളറാണ് നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ഡാർക്ക് ആയിരുന്നോ അതോ ഈ പിങ്ക് ഷെയ്ഡാണോ എന്ന്. എനിക്ക് പിങ്കിനോട് കുറച്ച് ക്രേസ് ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ തന്നെ കൊണ്ടെത്തിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. ഇങ്ങനെ ട്രിങ്കറ്റ് ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാവോ? നമുക്ക് സൈഡൊക്കെ വെട്ടി ഒട്ടിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ തന്നെ ആ സൈഡൊക്കെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ഭയവും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാം നല്ല വൃത്തിയായി ഉണങ്ങിയിട്ടുണ്ട്. ആ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തതിനൊന്നും ഞാൻ വൈറ്റ് പെയിൻ്റാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.